It's me Tafsira once again. Welcome back to our channel. ഇന്ന് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സേവ് ദ ഡേറ്റ് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ അതിൽ ഉള്ള കാർഡുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇത് പ്രിൻ്റ് ചെയ്തതല്ല, നമ്മളൊരു വൈറ്റ് പേപ്പറിൽ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് പ്രിൻ്റ് ചെയ്യാതെ വൈറ്റ് പേപ്പറിൽ എങ്ങനെ സേവ് ദ ഡേറ്റ് കാർഡുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ളൊരു പേപ്പറാണ് നമുക്ക് വേണ്ടത്. ചാർട്ട് പേപ്പർ അല്ല കേട്ടോ, ചാർട്ട് പേപ്പർ തിക്നെസ് കുറവാണല്ലോ. അപ്പോൾ ഈ ചാർട്ട് പേപ്പറൊക്കെ ഉള്ള കടയിൽ, അതായത് ക്രാഫ്റ്റ് ഷോപ്പിൽ അല്ലെങ്കിൽ ഫാൻസിയിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ചോദിച്ചാൽ മതി നല്ല ചാർട്ട് പേപ്പറിനേക്കാളും തിക്നെസ് ഉള്ള പേപ്പർ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതിന് ഹൈവറി ചാർട്ട് എന്നാണ് തോന്നുന്നു കേട്ടോ പറഞ്ഞത്. അപ്പോൾ ആ ഒരു പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, നല്ല തിക്നെസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കട്ടിയുള്ള കാർഡുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെക്റ്റാങ്കിൾ, സ്ക്വയർ, അങ്ങനെ ഏത് ഷേപ്പിലും നമുക്ക് സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക, എങ്ങനെയാലും കുഴപ്പമില്ല. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആൽഫബറ്റ് ക്യൂബുകളാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഒന്നെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് എഴുതാനൊക്കെ കഴിയുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് നന്നായിട്ട് എഴുതാൻ കഴിയുന്നവർക്ക് ഡയറക്റ്റായിട്ട് ആ പേപ്പറിൽ എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതേറ്റ് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം ശരിയാവാം എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഒരു റെക്റ്റാങ്കിൾ കാർഡ് എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ലൈന് വരച്ചു കൊടുക്കുകയാണ്. ഈദ് മുബാറക്ക് എന്ന് എഴുതാൻ വേണ്ടിയിട്ട്, ഈദ് എന്ന് മുകളിലും താഴെ മുബാറക്ക് എന്ന് എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ സേവ് ദ ഡേറ്റിൽ ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ സേവ് ദ ഡേറ്റ് വീഡിയോയിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഇപ്പോൾ കപ്പിൾസിൻ്റെ പേര് അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്ററൊക്കെ എഴുതാൻ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഉള്ള സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഈ വൈറ്റ് കാർഡിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് ആ ഒരു സ്പെല്ലിങ് അവിടെ പതിയും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ സ്പെല്ലിങ്ങിൻ്റെ ചുറ്റിനും മഷി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷീറ്റിൽ ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു എല്ലാ ഭാഗത്തും ആ മഷി വരും. അപ്പോൾ നമുക്ക് വൃത്തികേടായിരിക്കും, കറക്റ്റ് സ്പെല്ലിങ് കിട്ടൂല, അങ്ങനെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കുക, എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ 2-3 തവണ ഈ ഒരു ഷീറ്റ് മാറ്റിയിട്ടുണ്ട്. 3 പേപ്പർ എനിക്ക് അങ്ങനെ വേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് ഒരു എന്തെങ്കിലും ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈദ് മുബാറക്കെന്ന് കിട്ടിയിട്ടുണ്ട്. എല്ലാ സ്പെല്ലിങ്ങും വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ലൈനുമേ തന്നെ വെച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ഇതുപോലെ ഒരു എറേസർ എടുത്തിട്ട് അതിൻ്റെ താഴെ നമ്മൾ ലൈന് വരച്ചു കൊടുത്തത് എറേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ആ മഷി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പിന്നെ ഇതുപോലെ വേറൊരു കാർഡിൽ ഇതുപോലൊരു പള്ളിയുടെ ജസ്റ്റ് ഒരു ചിത്രം അങ്ങനെ ഞാൻ ആദ്യം പെൻസിൽ വെച്ചിട്ട് വരച്ചു കൊടുത്തു. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ഞാൻ എഴുതി കൊടുത്താണ് കേട്ടോ, വരച്ചു കൊടുത്താണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാർഡിൽ ഇതുപോലെ ഈദ് മുബാറക്ക് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പള്ളിയുടെ ചിത്രം ഇതുപോലെ ഈദ് മുബാറക്ക് എന്ന് അറബിക് കോളിഗ്രഫിയിൽ എഴുതിയത് ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ടാണ്. ഗൂഗിളിൽ ജസ്റ്റ് ഈദ് മുബാറക്ക് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പല കോളിഗ്രഫിയിലും കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ വരച്ച് എഴുതി കൊടുത്തതാണ്. ഓക്കെ, ആദ്യം പെൻസിൽ വെച്ചിട്ട് എഴുതി കൊടുത്തു, അതുപോലെ വരച്ചു കൊടുത്തു. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഫില്ലാക്കി കൊടുക്കുന്നു കേട്ടോ, ഈ ബ്ലാക്ക് പെന്ന് വെച്ചിട്ട്. അല്ലെങ്കിൽ കളർ യൂസ് ചെയ്യാം, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ വരക്കുന്നത് കാണിക്കാത്തത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ. ആദ്യമൊക്കെ മുമ്പൊക്കെ വരച്ചിട്ടുണ്ട്, പക്ഷേ ഇതിനായിട്ട് സേവ് ദ ഡേറ്റിനായിട്ട് ഞാൻ അങ്ങനെ വരക്കലും എഴുതാറൊന്നുമില്ല. ഫസ്റ്റ് ടൈമാണ് അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കൊളാവോ എങ്ങനെ നല്ലതായി കിട്ടുമെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ രാത്രിയായിരുന്നു കേട്ടോ ഈ ചെയ്യുന്നത്. പെട്ടെന്ന് ഒരു തോന്നിയ ഐഡിയ ആണ്, ഇതിന് ഇങ്ങനെ ചെയ്യാം, ഒരു വീഡിയോ ചെയ്യാം, നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നതല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ട് അപ്പോൾ അങ്ങനെ രാത്രി പെട്ടെന്ന് അങ്ങനെ ചെയ്തതാണ് ഈ ഒരു വർക്ക്. അപ്പോൾ ഈ ഒരു പള്ളിയുടെ ഫുള്ളായിട്ട് ബ്ലാക്ക് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു പെൻസിൽ കളർ വെച്ചിട്ട്
യെല്ലോ കളർ വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് കളർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട്. ഓക്കെ, അത് നമുക്ക് ഗൂഗിളിൽ പോയാൽ പിന്നെ പള്ളിയിൽ ചിത്രമൊക്കെ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് വരക്കാൻ കഴിയും. അത് കുഴപ്പമില്ല, ആർക്കായാലും കഴിയും കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഈസി ആയിട്ടുള്ള പള്ളിയുടെ ചിത്രങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈദ് മുബാറക്ക് എന്ന് എഴുതിയതും ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ അറബിക് കോളിഗ്രഫിയിൽ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ എഴുതി ശീലമാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഈ കാർഡുകളുടെ എല്ലാ വശവും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഞാൻ കൈ വെച്ചിട്ടൊന്ന് ചീന്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ ഇങ്ങനത്തെ കാർഡുകൾ. അപ്പോൾ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ചീന്തി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ആദ്യം പെൻസിൽ ഉപയോഗിച്ചിട്ട് എഴുതി കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ബ്ലൂ ആണെങ്കിലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല, ബ്ലാക്ക് ആയിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫാമിലിക്കൊക്കെ ഒരു വിഷസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡ്സാണ് എഴുതുന്നത്. അപ്പോൾ അതും നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് നല്ല കോഡ്സ് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് എഴുതി കൊടുക്കുക. അപ്പോൾ അതൊന്ന് എഴുതി കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതും ഞാൻ ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് തന്നെയാണ് എഴുതുന്നത്. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ചില ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് കട്ടി കൂട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്തു കൊടുക്കാം. അങ്ങനെ എല്ലാ കാർഡിൻ്റെയും എല്ലാ വശവും ഇതുപോലെ ഇങ്ങനെ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് എന്താ പറയുക കീറി കൊടുക്കുക, അല്ലെങ്കിൽ പിച്ച് ചീന്തി കൊടുക്കുക എന്നൊക്കെ പറയും. അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ഒരു ഈ ഭാഗത്തൊക്കെ നമ്മുടെ ഗോൾഡൻ മെറ്റാലിക് ഷെയ്ഡ് പെയിൻറ്റ് വെച്ചിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയൊരു രീതിയിൽ ഗോൾഡൻ കളർ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ ചെറിയൊരു ഗോൾഡൻ കളറ്. ഇത് വന്നിട്ട് നമ്മൾ പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വന്നിട്ട് ഒരു ഷീറ്റോ പേപ്പർ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എൻ്റെ അടുത്ത് പെട്ടെന്ന് കിട്ടാത്ത കാരണം പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് വരുത്തിപ്പിക്കണം. അപ്പോൾ അതിന് ടൈമില്ലാത്ത കാരണം ഞാനിങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം അങ്ങനെയും ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുള്ളൂ, ഫുള്ളായിട്ട് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ നന്നായിട്ട് വരയ്ക്കാനും എഴുതാനൊക്കെ കഴിയുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി ഞാൻ ഈ സേവ് ദ ഡേറ്റ് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് ഇൻഷാല്ലാ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ കുറച്ച് പേര് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. ഓക്കെ, ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ അതുപോലെ ക്രാഫ്റ്റിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇൻസ്റ്റയിലും അല്ലെങ്കിൽ കമൻറ്റ് വഴി ചോദിച്ചാലും ഞാൻ റീപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.